അത് മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കുള്ള സംഭവല്ലേ? ഉച്ചയ്ക്ക് തന്നെ. അതാണ് പട്ടാപകല ആരെങ്കിലും പെണ്ണ് പാവം പെണ്ണാണ്. പെണ്ണ് അങ്ങനെ ആരെയും മിണ്ടത്തൊന്നുമില്ല. ഉം. ഇയാള് കിടന്ന് ചുമ്മാ നിനക്ക് ഇഷ്ടമില്ല, ഉം. മരുമോളല്ലേ, അതുകൊണ്ട് ഇഷ്ടമില്ല. ഉം. നീ ഇങ്ങനെയാണ് ഭയങ്കര അറിഞ്ഞത്? ഇതായിരുന്നു. നീ ഇങ്ങനെയാണ് ഏഹ് അറിഞ്ഞത്? നീ ഇങ്ങനെയാണ് അറിഞ്ഞത്? അങ്ങനെന്ന് പറഞ്ഞാ നമ്മള് അവിടെ ബഹളം കേട്ട് ഞാൻ ചെന്ന് മതിലിന്റെ അവിടെ ചെന്ന് നിന്ന് നോക്കിയപ്പോ ആ പയ്യനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ പെൺകൊച്ചു നിന്ന് കരയുന്നു. ഇങ്ങനങ്ങ് ഭയങ്കര ഇങ്ങനെന്തൊരിക്കും ആൾക്കാർ വന്നവരുടെ അത്രയും അങ്ങോട്ട് പറയുന്നത്. വന്നവർക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ അവരെല്ലാം എന്തൊരു കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരിക്കുന്നു. പാവം. എടി സംഭവം ഇത് അങ്ങനെ അല്ല. ഇത് ഞാൻ നേരത്തെ തന്നെ ഈ കേസ് അറിഞ്ഞാണ്. ഈ സുതാരമാവൻ ഉണ്ടല്ലോ, സുതാരമാവൻ, ഉം അയാള് ഈ കേസ് വേറെ വളരെ ആൾക്കാരായിട്ടും പറഞ്ഞു. നമ്മുടെ രാമൻചേട്ടൻ ഇല്ലേ, രാമൻചേട്ടൻ ഉം ഉം രാമൻചേട്ടൻ്റെ അടുത്ത് ഈ നേരത്തെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു അവർക്ക് എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ട്. അങ്ങനെ രാമൻചേട്ടൻ എന്റെ ഒരു ദിവസം പറഞ്ഞു. ഉം ചുമ്മാ ഞാൻ ഈ കൊച്ചു ആരുടെയും മിണ്ടത്തൊന്നുമില്ല. എന്തുകൂടെ തന്നെ അവനെ മിണ്ടൂല. നമ്മുടെ അത് പിന്നെ സംഭവം ശ്രദ്ധിക്കട്ടെ. ഇത് ആദ്യമായിട്ട് പറ്റിയ കേസൊന്നും അല്ല. ഇത് സംഭവം സീരിയസ് ആണ്. ഇത് തന്നെ ഈ സുതാരമാവൻ ഇത് കുറെ ദിവസം കൊണ്ട് വാങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ, അല്ല വേറെ എന്താ. ഇത് രാമൻചേട്ടനും ബാച്ചൊക്കെ നേരത്തെ തന്നെ ചെക്ക് ചെയ്തു. അന്ന് രാമൻചേട്ടൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങോട്ട് ഇവിടെ. തന്നെ അങ്ങേര് അല്ലെങ്കിൽ ഇച്ചിരി വെയിൽ കൂടുന്നത് അങ്ങനെ ഈ പെണ്ണുങ്ങൾ ഒറ്റയ്ക്കുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ പ്രശ്നം ഉണ്ടാകും. എന്തായാലും ആര് വന്നു ആര് പോകണം ഏതൊരു കോഴിയും. ഇത് ഈ ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ ഉള്ളതായിട്ട് ഈ ഒത്തിരി കമ്പനി ഉണ്ട്, അടുത്ത് ചെറിയ കറക്കവും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ അത് അങ്ങനെ എടുത്ത് വിഷയങ്ങളായതാണ്. ചെറിയ കളിപ്പരിപാടിയൊക്കെ ഉണ്ട്. അതെങ്ങനെ അറിയാം? അല്ല, ഇത് രാമൻചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കിളവന് എന്തൊക്കെ സൂചനകൾ കിട്ടി. കിളവന്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞതാണ് ഈ സുതാരമാവന്റെ അടുത്ത്. അങ്ങനെ ഒരു വെച്ചിരുന്ന പരിപാടിയാണ്. അങ്ങനെ എവള് ഈ ആമസം ഉണ്ടെന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കുന്നതും, പിന്നെ അല്ലാതെ തന്നെ ഈ ഓർഡർ ഇല്ലാതെ അവൻ എന്തെങ്കിലും പതിയായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ഒരു പാക്കറ്റ് ആയിട്ടൊക്കെ അവൻ വരും. ഉച്ചയ്ക്കാകുമ്പോൾ ആരും ഇല്ലല്ലോ. അപ്പം ചെറിയ രീതിക്കുള്ള പരിപാടി, വലിയ പരിപാടി എന്നല്ല, ചെറിയ രീതിക്കുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ സുതാരമാവന് വേറെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഈ അടുത്ത് നമ്മുടെ രാധ ചേച്ചി ഇല്ലേ, രാധ ചേച്ചി, മറ്റേ കുട്ടപ്പൻചേട്ടന്റെ അത് തന്നെ കുട്ടപ്പൻചേട്ടന്റെ അങ്ങേര് ഈ കിളവൻ ആള് എങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ. അത് എന്നിട്ട് അവരുടെ വീട്ടിലെ ചെറുക്കന്റെ അവിടെ ആ വീട്ടില് ചെറുക്കന്റെ കല്യാണം ഉണ്ടായിരുന്നില്ലേ, അന്ന് ഇങ്ങനെ അവിടെ കല്യാണ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് കൈ കഴുകാനായിട്ട് ഒരു ഒന്നിച്ചാണ് നിന്ന് കൈ കഴുകാനായിട്ട് വന്നത്. തലേദിവസം പാർട്ടിക്ക്, കല്യാണ പാർട്ടി റിസപ്ഷൻ. അങ്ങനെ കൈ കഴിക്കുന്നത് ഇങ്ങനെ അത് അവര് ഇത്തിരി വയലന്റ് ആയത് ഈ പെങ്കൊച്ച് കണ്ട് എവിടെ കൈ കഴുകാൻ വന്നപ്പോഴത്തേക്കും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഈ കിളവൻ അവിടെ നിന്ന് പറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കിളവൻ കറങ്ങി തിരിഞ്ഞൊക്കെ ഈ പരിപാടി നോക്കി പിടിച്ചത്. അപ്പൊ ഭാഗ്യത്തിന് ഇന്ന് വെച്ചാൽ അങ്ങേർക്ക് പത്രത്തിന് അതൊക്കെ മൊത്തത്തിൽ പക്ഷേ ഇതിപ്പോ നമുക്ക് പനിയാകുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര സെർച്ചിങ് ആണ് ഇവിടെ. ഇപ്പൊ വീടുകളിലെ കാര്യം വരണം പോകുന്നു. ഏതൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്കുണ്ട്, ആണുങ്ങൾ ഇങ്ങനെ കെട്ടിയന്മാര് പുറത്തുള്ളവര് ഇതൊക്കെ വെച്ചിട്ട് എന്നാലും ഇവിടെ സർക്കിട്ടാണ്. അത് അവന്മാരവിടെ കിടന്ന് ഉണ്ടാക്കട്ടെ, നമുക്കൊന്നും വിഷയമില്ല. നമുക്ക് പരിപാടി എടുത്തണമെങ്കിൽ അവിടെ നടക്കില്ലെന്നല്ലേ ഉള്ളൂ. നമുക്ക് വേറെ സ്ഥലം ഉണ്ടല്ലേ, നീ വേറെ സ്ഥലം ഇറങ്ങിയതില്ലേ, നമ്മുടെ പല സങ്കേതങ്ങൾക്ക് പരിപാടി കിടക്കില്ലേ, അവിടെ കൂടാന്ന് വേറെ പ്രശ്നമൊന്നും. അടുത്ത സമയത്തൊന്നും പറ്റില്ല. എപ്പോഴും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ചെക്കിങ് ആയിരിക്കും. പോണത് വരണത്. ഈ ഒരു ദിവസം ഈ മറ്റേ അങ്ങേർക്ക് ഒരു പണി കൊടുത്തതാണ്. ഒരു ദിവസം എന്നെ പറഞ്ഞിരുന്നത് എന്നെ വിളിച്ചിട്ട് അങ്ങേര് ഒരുമാതിരി വർത്താനമൊക്കെ പറഞ്ഞു. അത് സംഭവം അത് നിങ്ങളുടെ റെസിഡൻഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അങ്ങേർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങേർക്ക് നമ്പർ കിട്ടിയതാണ്. അങ്ങനെ ചുമ്മാ രാത്രിയൊക്കെ സൊല്ലാൻ വേണ്ടി നിനക്ക് വിളിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. നീ വിളിച്ചിട്ട് ഒരു ദിവസം ചിലപ്പോൾ പറയത്ത് ഇവിടെ വീഡിയോ കോൾ വരുമെന്നൊക്കെ ചോദിക്കും. വീഡിയോ കോളൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. വീഡിയോ കോളൊന്നുമല്ല, അയ്യോ ചിലപ്പോ ഞാൻ ചക്ക ഉണ്ടാന്ന് വരില്ല. അപ്പൊ ഞാൻ ചക്ക ഉണ്ടോന്നോ വരാമോ? അപ്പൊ ഞാൻ നിങ്ങളുടെ വരുമ്പോ സൂക്ഷിച്ച് കണ്ടൊക്കെ വരണം. നിങ്ങൾ പഴയ വീടൊന്നും കാണാൻ പറ്റത്തില്ല. അതാണ് എന്റെ കാര്യം. ഞാൻ ഇനിയിപ്പോ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, യോമാരെല്ലാം കൂടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു പോകടേ, നമുക്ക് വേറെ തെറ്റപ്പൊക്കെ എടുക്കുകയല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ റബ്ബർ കെട്ടാനായിട്ട് അവിടെ മറ്റേ റബ്ബർ വരെ ഉണ്ടല്ലേ, നീ ഏക്കറിലോട്ട് പോകില്ലേ. ഏക്കറിലോട്ട് പോകുമ്പോഴത്തേക്ക് പറ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാലും കിളവന്മാരെയൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പെൺകുട്ടിയൊന്നും അവൻ ഇത്ര നാളായിട്ട് പുറത്താണ്. അവൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നും വേണ്ട. ഇവന്മാര് ഒരു 10 മണി 12 മണിയൊക്കെ ഇരിക്കും. ഞാൻ 2 മണിയൊക്കെ കഴിഞ്ഞ് വരാം. നീ ഒരു കാര്യം ടെറസിന് വീട്ടുകാരുടെ നമുക്ക് അവിടെ വിശാലമായി മണിയറ തീർക്കാട്. പിന്നെന്താ പ്രശ്നം? എന്റെ വീട് നിന്റെ വീടല്ലേ ഉള്ളു. അപ്പൊ 2ാം മണിക്കാണ് ഞാൻ നൈസായിട്ട് ബാക്കി ഇവിടെ നിന്ന് പോകുന്നത്. അവൻ സാക്ഷിയാണ് കേട്ടോ. ഇന്നൊന്നും പോയില്ല, വേറെ ആരും ഇല്ല.
വേണമെങ്കിൽ ഞാൻ ഇതിന്റെ വെളിയിൽ ഇറങ്ങി നീ അവിടെ നീ ഏത് ഭാഗത്ത് നിൽക്കുന്നു വീട്ടിന്റെ വണ്ടി നിൽക്കുന്നത് അടുത്ത പറ്റമില്ല. വെളിയിലൊക്കെ ആ ഇറങ്ങി നമുക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ അത് പറ്റും. വേണ്ട കുഴപ്പമില്ല. ഉള്ള കഞ്ഞിരി പാറ്റിടണ്ട. ആ. എന്നാ